ചേച്ചി ഹലോ ഹലോ ഹായ് നേരത്തെ ആണല്ലോ. ഞങ്ങൾ എല്ലായിടത്തും ഭയങ്കര പങ്ക്ച്വലാണ്. എന്താ പരിപാടി? അല്ല ഞാനൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് തട്ടിക്കൂട്ടാനുള്ള ഒരു പരിപാടി ആയിരുന്നു. ഹലോ ഹലോ ധനഞ്ജയ് അല്ലേ? ഓക്കെ നമുക്ക് അകത്തോട്ടിരിക്കാം. അച്ഛമ്മ അവിടെ കാര്യമായിട്ടുള്ള കുക്കിങ്ങിലാണ്. വരൂ വരൂ. അച്ഛമ്മ അച്ഛമ്മോയ് എങ്ങനെയുണ്ട്? ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. കൊള്ളാല്ലേ? ഇത് മോൾക്ക്, ഇത് കുഞ്ഞു മോന്. എന്താന്നറിയോ രണ്ടിന്റെ കളർ വ്യത്യാസം? അതെ, എന്താണ്? ഇത് കൊടംപുളി ജീരകവും കൂടെ ഉണ്ടാക്കിയാണ്. ഓ മറ്റേ കുമിൻ ഡ്രിങ്ക്. അത് മോന് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ലൈം ജ്യൂസ്. കുടിച്ചു നോക്കിയ ടേസ്റ്റ് ഉണ്ടോ? ഇനി അമ്മ കുടിച്ചു നോക്കിട്ട് പറയൂ. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. കൊടപ്പുളി നമുക്ക് നല്ലതല്ലേ, വയറിനും ഒക്കെ നല്ലതാ, കൊളസ്ട്രോളിന് നല്ലതാ. ഇതുപോലൊരു ജ്യൂസൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കുടിച്ചാൽ അടിപൊളി. ഞാനേ വന്നപ്പോ ശ്രദ്ധിച്ചാണ്, അച്ഛമ്മ കണ്ടിട്ട് എനിക്ക് മനസ്സിലായേ ഇല്ല. ഭയങ്കര അടിപൊളി ലുക്കിലാണ്. ഒന്നും പറയണ്ട മോളെ, എല്ലാം ഇരിക്കുന്നു. എന്റെ ഒരു 3 ആഴ്ചത്തെ പരിശ്രമമാണ് ഈ കാണുന്നത്. നൈസ്, അടിപൊളിയായിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാ, ഒരു സെറ്റ് സാരി കൊടുത്തിട്ടോ അല്ലെങ്കിൽ സാരിയിലോ ഒക്കെ ആയിരിക്കുമല്ലോ. രസമുണ്ട്. അത് അടിപൊളി അടിപൊളി നൈസ് ആയിട്ടുണ്ട്. ഒരു മാറ്റം ആഗ്രഹിക്കാത്തത് അത് ശരിയാ, വിളനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അടിപൊളി ചേരുന്നുണ്ട്. അച്ഛമ്മ നമുക്ക് ഇൻട്രോ പറയണ്ടേ? പിന്നെ വെൽക്കം ടു എക്സോ ആന്റിബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൺ സ്റ്റോറീസ് co-powered by Atomberg മിക്സർ ഗ്രൈൻഡർ, പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ് മാജിക്കൽ ടേസ്റ്റ്, മിൽമ, കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ, ഇലക്ട്രോണിക്സ് പാർട്ട്ണർ പിറ്റാപ്പിറ്റി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ ടിവി മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. ഇന്ന് നമ്മുടെ കിടിലൻ അതിഥികള് പിങ്കി ചേച്ചി, മോൻ ധനഞ്ജയ് ആണല്ലേ? എത്രയാണ് പഠിക്കണേ? Grade 2, second standard. Grade 2. ഓക്കെ, കുറച്ചുകൂടി ഇംഗ്ലീഷ് ആണ് കംഫർട്ടബിൾ. ധനഞ്ജയ് എന്ന് മാത്രമല്ല പേര്, അതിന്റെ ബാക്കി വാലും കൂടി ഉണ്ട്. എന്താ ചോദിച്ചോക്കെ? Dhananjay Chegava. ധനഞ്ജയ് ചേകവ. അമ്പോ, ക്രേസി പേരാണല്ലോ. ഇറ്റ്സ് എ വെരി ഫ്രഷ് നെയിം. ആരാ പേരിട്ടെ? Achin. അച്ഛൻ. ഞാൻ കേറി വന്നപ്പോഴേ ശിവാനി ഇവിടെ എന്താ ചെയ്തോണ്ടിരുന്നത്? ഭയങ്കര ബിസി വിത്ത് ഫോൺ. അത് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഇടാൻ ഫോട്ടോക്കൊക്കെ വലിയ ക്ഷാമമാണല്ലോ. ഇപ്പൊ എടുത്തരാൻ ആരും ഇല്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ സ്വയം എടുക്കുന്ന ധനു ആണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. അപ്പൊ ഞാനും മിക്കവാറും ഇൻസ്റ്റയിൽ ഇടുന്ന ഫോട്ടോസ് എല്ലാം എനിക്ക് എടുത്തു തരുന്നത് ധനുമോന. എനിക്ക് കോൾ അടിച്ചേട്ടോ. ഇന്ന് പോകുന്നതിന് മുമ്പ് ഒരു 5-6 പോസ്റ്റിലുള്ള ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ എടുത്തുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് അടുക്കളയിലേക്ക് ഒന്ന് പോകണ്ടേ? വെൽക്കം ഡ്രിങ്ക് മാത്രമല്ല, പലതും ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ അടുക്കളയിലേക്ക് ചെല്ലു, ഞാനും ധനഞ്ജയും കൂടെ പോയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പൊ നീ വരുന്നില്ലേ? അച്ഛമ്മ ചെന്നോളൂ. അച്ഛമ്മയുടെ അടുക്കളയിൽ 3ാമത്തെ കടുക്ക് പൊട്ടുമ്പോൾ ഞാൻ എടുക്കിരിക്കും. ഓ, നോക്കാം നമുക്കല്ലേ? നീ വാടാ, ഞാൻ കാത്തിരിക്കുവായിരുന്നു. Come on. ഈ കൊറേ ഫോട്ടോസ് എടുത്തരണേ മോളെ. അധികം വൈകല്ലേ കേട്ടോ, വേഗം വന്നേക്കണം. Come on. ഫോട്ടോ എടുക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേണ്ടോ, ഇതാണ് നമ്മുടെ അടുക്കള. എല്ലാം സെറ്റാക്കി വെച്ചിരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ചിരിക്കാമോ? ചിരിക്കാലോ. എങ്ങോട്ട്? ഈ സൈഡിലോട്ട് തിരിയണോ ഇപ്പത്തോട്ട് തിരിയണോ? അതെ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതിയോ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. അമ്പോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. നമ്മള് ഗ്രിൽഡ് പ്രോൺസ് വിത്ത് സോർട്ടഡ് വെജിറ്റബിൾസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. ഇതിപ്പോ ഞാൻ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ഇതിനുള്ളിൽ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും, ഒരു കട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രോക്കോളി ഉണ്ട്, പിന്നെ സുക്കി അതുണ്ട്. അതിന് യെല്ലോയും ഉണ്ട്, ഗ്രീനും ഉണ്ട്. പിന്നെ നമ്മൾ ക്യാപ്സിക്കം പല കളറാണ്, മഞ്ഞ, പച്ച, റെഡ് എല്ലാം കൂടി ഉണ്ട്. ഇത് സവോള ഉണ്ട്. നെയ്യിലാണ് നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഉണ്ടാക്കാം. എത്ര സമയമായി ശിവാനിയൊക്കെ പോയിട്ട്? ഫോട്ടോ എടുത്ത് മതിയായില്ലെന്ന് തോന്നേ. മോളെ ശിവാനി. അച്ഛമ്മ വന്നു വന്നു വന്നു. അച്ഛമ്മ വിളിക്കണം, ബാക്കി നമുക്ക് പിന്നെ ആവാം. ഓക്കെ. അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നടുവിൽ അവളുണ്ടാവും. അതാണ് അവളുടെ രീതി. തനിയെ ഉണ്ടാക്കിയാൽ തിരിച്ചു വരുമ്പോൾ വഴക്കുണ്ടാക്കും. എത്തി ഞങ്ങൾ. ഓ, ആ കൊച്ചിനെ വെയിലത്തൊക്കെ നിർത്തി ഫോട്ടോസ് ഒക്കെ എടുത്ത് അല്ലേ? പക്ഷെ അച്ഛമ്മ, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ലേ, ഇവൻ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷയിലും കിടിലൻ ഫോട്ടോഗ്രാഫർ ആണ്.
നമുക്കിത് ഉണ്ടാക്കണ്ടേ? ഇവിടെ ഇതിപ്പോ എന്തായി? ഞാനല്ല പ്രോൺസ് ഒക്കെ വൃത്തിയാക്കി വെച്ച് സമയം എത്രയെന്നറിയോ? ഞാൻ യൂട്ടൻസിലിന്റെ തവ അടുപ്പത്ത് വെക്കുകയും ചെയ്തു. പ്രോൺസ് ഇഷ്ടമാണോ? ആണ്. നോൺ വെജ് ഏറ്റവും ഇഷ്ടം എന്താ? ചിക്കൻ. ചിക്കൻ. അച്ഛമ്മ കുട്ടികൾക്കൊക്കെ ചിക്കൻ ആയിരിക്കും. എന്റെ റെസിപ്പി വർക്കാവും. ഓ അങ്ങനെ. ഇനി അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. നമ്മളിവിടെ നമ്മുടെ ഫുൾ ചോപ്പിംഗ്, ഗ്രൈൻഡിങ്, പിന്നെ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ, ദോശമാവ് അരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ആറ്റംബർഗിനെ മിക്സി ഗ്രൈൻഡറായിട്ട് യൂസ് ചെയ്യുക. ഇത് ശരിക്കും നമുക്ക് വേണ്ട പാകത്തിന് നല്ല അരഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതും ഈ കല്ലേലരച്ച് സ്വാദായിട്ട് കിട്ടും. അപ്പൊ അമ്മമാർക്കൊക്കെ പിന്നെ ഇത് നല്ല ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് എന്നെ പോലെ ഉള്ളവർക്കൊക്കെ സുഖമാണ്. ഇത് വെച്ചിട്ട് അടുത്ത പണികളൊക്കെ നോക്കി നടക്കാൻ കിട്ടും. എന്റെ കൂടെ നിൽക്കണ്ട, ഇങ്ങനെ ഇല്ല നമ്മൾ പിടിച്ച് നിൽക്കണ്ട. പിന്നെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് പ്രോപ്പർലി വീണിട്ടുണ്ടെങ്കിലേ ഓൺ ആവത്തുള്ളൂ. അല്ലെങ്കിൽ റെഡ് ലൈറ്റ് കത്തും. അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ അരച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും കറണ്ട് പോയാൽ പിന്നീട് മിക്സി ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ചെയ്യത്തില്ലേ? അങ്ങനത്തെ ഒന്നുമില്ല. നല്ല സേഫ്റ്റി ഉള്ളൊരു. ഞാൻ ഇതില് നെയ്യാണ് ഒഴിക്കുക, യൂസ് ചെയ്യുക. അത് മിൽമയുടെ നെയ്യ്. മിൽമ കേരളം കണി കണ്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ ഇതില് പച്ചമുളകുണ്ട്, വെളുത്തുള്ളി, സവോള ചോപ്പ് ചെയ്യട്ടെ. നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. കണ്ടോ? പ്രോപ്പർലി ലോക്ക് ആകുമ്പോഴത്തേക്ക് ഒരു ബീപ്പ് സൗണ്ട് വന്നില്ലേ? അപ്പോഴേ കറക്റ്റ് ആയിട്ട് ഓൺ ആവത്തുള്ളൂ. ചുമ്മാ പോരെ. നമ്മൾ പിടിച്ചോണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല സേഫ്റ്റിയാണ്. അല്ലെങ്കിൽ ഈ സവാള എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയലൊക്കെ കണ്ട് കരയുന്ന പോലെ കരഞ്ഞ് 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 വേണം. ഇതാകുമ്പോഴത്തേക്കും ആറ്റംബർഗിന്റെ ചോപ്പറിൽ എളുപ്പം തീർന്നു കിട്ടും. അല്ല പിങ്കി എത്ര നാളായി സീരിയലിലൊക്കെ വന്നിട്ട്? ഞാനിപ്പോ ഒരു 6 years ആവുന്നു. സീരിയലിലേക്ക് വന്നു. അതെങ്ങനെയാണ് സീരിയലിലേക്ക് പെട്ടെന്ന്? ഞാൻ ആദ്യം ആങ്കറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂര്യ ടിവിയിൽ തന്നെ ഒരു ന്യൂസ് ബേസ്ഡ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, വാർത്തയ്ക്കപ്പുറം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ദൂരദർശനിൽ ആങ്കറിംഗ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ഇതിലേക്ക് അഭിനയത്തിലേക്ക് എനിക്ക് പാഷനാണ്, എനിക്കിത് ഇഷ്ടമാണ്. കുറച്ച് ഇതിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, നമ്മുടെ ഉപ്പൊക്കെ ഇങ്ങെടുത്തുണ്ടാ കുറച്ച് ഉപ്പിട്ടു. ഇത് നമ്മൾ കുഴയ്ക്കാൻ വേണ്ടി ചെറുനാരങ്ങയുടെ നീരാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് മാറ്റിയിട്ട് കുറച്ചെടുത്തിട്ട് മോള് അതൊന്ന് ഇതാക്കി. ഇത് ആവശ്യമുണ്ട്. ഇപ്പൊ പിങ്കി അഡ്വക്കേറ്റ് അല്ലേ? ഇപ്പൊ ശരിക്കും ഈ സീരിയലിലൊക്കെ ഒരു അഡ്വക്കേറ്റിന്റെ വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതോ സാധാ കുടുംബിനിയുടെ വേഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ? അഡ്വക്കേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ചെയ്താൽ കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് കൊടുക്കാറുണ്ട്. കുറച്ചുകൂടി അറിയുന്ന പ്രൊഫഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ഒരു വീട്ടമ്മയുടെ ക്യാരക്ടർ. അതെ, പോസിറ്റീവ് ക്യാരക്ടർ അച്ഛമ്മ മാത്രമല്ല, ഭാവന ഇപ്പൊ ഓൾമോസ്റ്റ് 1000 എപ്പിസോഡ്സ് ആയില്ലേ? ആകാറായി. ഇപ്പൊ തുടങ്ങിയിട്ട് ഞങ്ങള് 3 years ആയി. 3 years ആയല്ലേ? 3 വർഷമായി. ശരി, എങ്ങനെയുണ്ട് ഭാവനയുടെ ഒരു ജേണി? അടിപൊളിയാണ്. ഞങ്ങളെല്ലാം ഭയങ്കര ഒരു ഫാമിലി. കാരണം 3 വർഷമായില്ലേ, മിക്കവാറും എല്ലാ ഒക്കേഷൻസും അവിടെ തന്നെ ആയിരിക്കും. ഓണമാണേലും ക്രിസ്മസ് ആണേലും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. വിഷു, അതൊക്കെ വിഷു സ്പെഷ്യൽ എപ്പിസോഡും എടുക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മളൊരു വീട് പോലെ ആയിത്തീരും. അപ്പൊ ഓണത്തിനൊക്കെ എന്താണ് പരിപാടി? സദ്യക്ക് ആരുണ്ടാക്കും? അച്ഛൻ ഉണ്ടാക്കുവോ? ഇല്ല, അമ്മ. അമ്മ വീട്ടിൽ വന്ന് ഉണ്ടാക്കി തന്നിട്ട് പോവൂലേ? ഓരോന്നോരോന്ന് വെക്കണം. അത് നല്ല ഭംഗിയിൽ വെക്കണേ, നേരെ നേരെ വെക്കണം, ഇല്ലെങ്കിൽ ഞാൻ വെക്കും. ഒന്ന് ഞാൻ വെച്ച് നോക്കട്ടെ. അങ്ങനെ വെച്ചു. ഇനി അടുത്തടുത്ത് എല്ലാം ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കണോ? പിങ്കിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 13 വർഷമായി. 13 വർഷം. അപ്പൊ പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ്? പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു. LLM പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു കല്യാണം. അപ്പൊ ഹസ്ബൻഡും? ഹസ്ബൻഡും ലോയാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. അപ്പൊ ലവ് മാരേജ്? അതെ, ലവ് മാരേജ്. ലോ അക്കാഡമിയിൽ ഒന്നിച്ചാ പഠിച്ചത്. അതെല്ലേ. ഈ അമ്മ ബ്രേക്കിനൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ? എന്തുണ്ടാക്കി തരും? എപ്പോഴും എപ്പോഴും തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു സ്മൂതി ഉണ്ടാക്കി കൊടുക്കും. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്? അത് അല്ലാണ്ട് കൊടുത്ത് അതൊന്നും കഴിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നട്ട്സും ഡേറ്റ്സ്, വാൾനട്ട്, പിന്നെ കുറച്ച് ബൂസ്റ്റ്, പിന്നെ ഹേസൽ നട്ടിന്റെ മറ്റേ സ്പ്രെഡ് ഉണ്ടല്ലോ, അത്, പഴം, പാല് ഇട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇടും. എന്നിട്ട് ഇട്ടിട്ട് കൊടുക്കും. അപ്പൊ ഇച്ചിരി തണുപ്പുമാണ്, അതൊരു ആ കൺസിസ്റ്റൻസിൽ കൊടുക്കുമ്പോൾ ഇഷ്ടമാണ്. അപ്പൊ അത് കുടിക്കാണ്. നമ്മുടെ ഇത് ശരിയായി കേട്ടോ. ആ റെസിപ്പി കൊള്ളാല്ലേ? പിന്നെ അങ്ങനെ നമ്മുടെ പ്രോൺസ് നന്നായിട്ട് നല്ല സ്മെല്ല് വരണം. അതിലിട്ടിരിക്കുന്ന ഇതൊക്കെയല്ലേ. ഇനി ഈ നെയ്യിൽ തന്നെയാണ് നമ്മൾ
വെജിറ്റബിൾസ് സോട്ട് ചെയ്യാൻ പോകുന്നത്. അതെ, അതിലേക്ക് ഒരു ഇത്തിരി കൂടെ ഒഴിക്കണം. ഓക്കെ. മിൽമയുടെ നെയ്യ് നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് ഒഴിച്ചു. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇതെവിടെ നമ്മുടെ എടുക്കുന്നു നമ്മുടെ സവാള, വെളുത്തുള്ളി, പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് വാടി വരുമ്പോഴാണ് ഇനി എന്തൊക്കെ ആഡ് ചെയ്യണം നമുക്ക്? ഇനി നമ്മൾ ഇതൊക്കെ എടുത്തു. ക്യാരറ്റ് ഉണ്ട്, ബ്രോക്കലി ഉണ്ട്, സുക്കീനി ഉണ്ട് 2 കളറില്, പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, ഓണിയൻ. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടല്ലോ. ഇട്ടോ അതൊന്നും ഇനിയിപ്പോൾ നമ്മളിത് കഴിഞ്ഞു. ഇനി നമ്മളിത് സവോളയും കൂടി ഇടാൻ പോവാണ്. സവോള ഇട്ടു. ക്യാപ്സിക്കം എല്ലാ കളറും ഇടാൻ പോവാണേ. ക്യാപ്സിക്കം ഒക്കെ ഇട്ട് എല്ലാം കൂടി ഇട്ട് ട്രാഫിക് ലൈറ്റ് പോലെ എല്ലാം ഉണ്ടല്ലോ, പച്ച, മഞ്ഞ, എല്ലാ വെജിറ്റബിൾസും കൂടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നേ? ഇനി എന്താണ് ചെയ്യുന്നത്? കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ യൂട്ടൻസിലിന്റെ തവ ആയതുകൊണ്ട് അടി പിടിക്കുന്നുള്ള പേടി വേണ്ട അല്ലേ? നമ്മളിവിടെ മാക്സിമം എത്ര നേരം വെച്ചോണ്ടിരുന്നാലും അടിക്ക് പിടിക്കില്ല. നല്ല പെർഫെക്റ്റ് ചൂടില് എത്ര നമുക്ക് എന്ത് ഡിഷ് ആണെങ്കിലും അതിന്റെ ഭാഗത്തിലുള്ള ചൂടില് ആ പാൻ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. നല്ല യൂട്ടൻസിൽ കുക്കിംഗ് ഈസി. പിന്നെ എന്താ വെച്ചാലേ ചിലതൊക്കെ ഇപ്പൊ നമ്മൾ വാങ്ങുന്ന ചില തവയൊക്കെ ഉള്ളില് ഇത് പൊളിഞ്ഞു പോകുന്നുണ്ട്. ഇത് പക്ഷെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പൊ നമ്മൾ കുറെ നാളായതാണ്. അത് ഭയങ്കര പ്രോബ്ലം ആണ്. അത് പോയി കഴിഞ്ഞാല് അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ റെഡിയായി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് എടുക്കണം. അപ്പൊ ഇതൊക്കെ ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടുവച്ച് നമ്മള് ഇതൊക്കെ കഴുകാനായിട്ട് വെക്കട്ടെ കേട്ടോ. ഇവിടെ ആണെങ്കിൽ അച്ഛമ്മക്ക് ഇത്തിരി വൃത്തിയുടെ അസുഖം ഉണ്ട് കേട്ടോ. എന്ത് സാധനം എടുത്താലും അപ്പൊ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കണം. അതും വെറുതെ കഴുകിയാൽ പോരാ, എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ കൊണ്ട് തന്നെ കഴുകണം. അച്ഛമ്മ എണ്ണമെഴുക്കൊക്കെ പോയി പാത്രങ്ങൾ നല്ല തിളക്കവും നല്ല മണവും ഒക്കെ ആയിട്ടിരിക്കും. നല്ല വൃത്തിയല്ലേ നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോൺ വെജ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു നോൺ വെജിന്റെ ഒരു സ്മെൽ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ആണെങ്കിലും നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു സ്മെല്ലൊക്കെ അതൊക്കെ ശരിക്കും ഒറ്റ വാഷിൽ തന്നെ എക്സോ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ പോകുന്നുണ്ട് കേട്ടോ. പാത്രങ്ങളുടെ ഒരു സാനിറ്റൈസർ തന്നെയാണ് എക്സോ എന്ന് പറയുന്നത്. ഞാൻ ഇത് എടുക്കാൻ പോവാണ്. കൊടുക്കുന്ന ആള് നീ തന്നെയാണ്. പ്ലേറ്റ് ഇഷ്ടപ്പെട്ടോ? പ്ലേറ്റിംഗ് കാറുണ്ടല്ലോ സൈഡിൽ. അത് നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കും കുഞ്ഞു കുട്ടികളുടെ പ്ലേറ്റ് കൊടുക്കാറുള്ളൂ. അതെ, ഇനി ഒന്ന് കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട് പറയൂ? ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്ക്. ഓരോ വെജിറ്റബിളും കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയുള്ളൂ. നല്ലതാ. ഹാപ്പി ആയില്ലേ? അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യൂ കേട്ടോ. ഇതേപോലെ നിങ്ങൾക്കും ഒരു ദിവസം എന്റെയും അച്ഛമ്മയുടെയും കൂടെ ഇവിടെ അടിച്ചു പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഒരു സുവർണ്ണ അവസരം. നിങ്ങളുടെ കുട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹെൽത്ത് റെസിപ്പിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ ഹെൽത്ത് റെസിപ്പി കോൺടെസ്റ്റിന്റെ വിന്നറായി ഇവിടെ ഒരു ദിവസം ഫുൾ അടിച്ചു പൊളിക്കാൻ പറ്റും കേട്ടോ. ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, നിങ്ങളുടെ കുട്ടിയുടെ പ്രായം 4-നും 14-നും ഇടയിലായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി സൂര്യ ടിവിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ സന്ദർശിക്കുക. ധനഞ്ജയ്ക്കുട്ടാ, ഇനി നമുക്ക് എന്റെ ഡിഷ് ട്രൈ ഔട്ട് ചെയ്യണ്ടേ? വേണ്ടേ? വേണം. ചിക്കൻ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞേ ആണ്. അപ്പൊ നമുക്കൊരു ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ബർഗർ ട്രൈ ചെയ്താലോ? നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനെ നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് എണ്ണയും ഒന്ന് ചൂടാവാൻ വെക്കണം. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ എടുക്കട്ടെ. നമ്മുടെ യൂട്ടൻസിലിന്റെ തവ എടുക്കുന്നു. ഇത് ശരിക്കും ആ പാറ്റ് നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ട ഓയിൽ. അപ്പം നമുക്ക് ചിക്കനിലേക്ക് ആദ്യം തന്നെ മാരിനേഷൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഗാർലിക് പൗഡർ ഉണ്ട്, വൈറ്റ് പെപ്പർ ഉണ്ട്, ഓണിയൻ പൗഡർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, പെപ്പർ ഉണ്ട്, പിന്നെ പാപ്രിക ഉണ്ട്. നമുക്ക് എക്സ്ട്രാ ഒത്തിരി സോൾട്ടും പെപ്പറും കൂടെ ആഡ് ചെയ്യണം. അച്ഛമ്മയ്ക്ക് ഇത്തിരി സോൾട്ടും പെപ്പറും കൂടെ തരുമോ? നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത്തിരി ഒലിവ് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, കൊച്ചിന് എരിവ് ഇത്തിരി മതി. പാൻ ചൂടായിട്ടോ, നമുക്ക് ഓയിൽ ഒഴിക്കാം. വലുതാവുമ്പോ ആരാവാൻ ആഗ്രഹം? പോലീസ്. അതായത് അച്ഛനും അമ്മയും അഡ്വക്കേറ്റ്. അതെ. അപ്പൊ കൊച്ചു നോക്കിയപ്പം പോലീസാണ്. എല്ലാ ആഴ്ച മാറിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ആഴ്ച വേറെ ഏതാണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാരിനേഷൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ബ്രെഡിംഗ് പൗഡറിൽ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. ഇതിനകത്തും ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും പിന്നെ കോൺഫ്ലവർ, മൈദ
ഇത്രയാണുള്ളത്. നമ്മൾ ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടിരിക്കത്തില്ലേ, അപ്പം ആ രീതിയിലാക്കണമെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യം വേഗം ചെയ്തോളൂ, എല്ലാം വൃത്തിയായിക്കോളും. ധനഞ്ജയ് നേരത്തെ പറഞ്ഞില്ലേ പി ആണ് ഏറ്റവും ഇഷ്ടം എന്ന്. പി ടൈമിൽ ഏത് സ്പോർട്ട് ഏറ്റവും കൂടുതൽ കളിക്കുക? ഫുട്ബോൾ. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണോ? ആണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? റൊണാൾഡോ. CR7 ഷോ എനിക്ക് വയ്യ. ഓൾമോസ്റ്റ് 2 സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് മറച്ചിട്ട് ക്രിസ്പി ആയി കിട്ടും. നല്ല ക്രിസ്പി ചിക്കൻ ബർഗർ ആവുള്ളൂ. അമ്മ കുട്ടിയാണ് തോന്നുന്നു. അമ്മാന്ന് ഇതിലാ പറയുന്നത്, എന്നെ വിളിക്കുന്ന പിങ്കിന്ന്. ഞാൻ പിങ്കിയും അത് കണ്ണേട്ടനും. ഞാൻ വിളിക്കുന്ന കേട്ടിട്ട് വിളിക്കുകയാണ് കണ്ണേട്ടൻ. അങ്ങനെ വിളിച്ച ശീലമായി. ഓക്കെ, നമുക്കിനി നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഇടാം കേട്ടോ. എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ എന്റെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് ഉണ്ട്, ഒരു പാത്രത്തിന് അടപ്പുണ്ട്, അതും കൊണ്ട് ഇങ്ങനെയാണ് നിൽക്കാറ് സാധാരണ. പക്ഷെ ഇന്നിപ്പോ ബാക്കി എല്ലാം ചെയ്യേ, എല്ലാത്തിനും മുന്നിൽ കയറും. ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് മാത്രം ഭയങ്കര പേടിയാണ്. അത് ഒരു പ്രാവശ്യം എണ്ണ പൊട്ടിത്തെറിച്ചിട്ട് മുഖത്ത് ഇവിടെ വീണിട്ടുണ്ടേ. അതിനുശേഷം നല്ല പേടിയാണ്. ഇപ്പൊ അഭിനയം തുടങ്ങിയ ശേഷമേ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യില്ലേ, അപ്പൊ എന്തെങ്കിലും നല്ല ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. പിന്നെ ഒത്തിരി പേര് എല്ലാവരും കണ്ട് ചിരിച്ചങ്ങ് പോകാറുള്ളൂ. കുറച്ച് പേരൊക്കെ വരും, ഫോട്ടോസൊക്കെ എടുക്കും, അങ്ങനെ. പിന്നെ ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടർ അത്രയും പോസിറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് അതിനോടുള്ള ഒരു സ്നേഹം നമ്മളെ കാണുമ്പോൾ അത്രയും കാര്യമായിട്ട്. അപ്പൊ അമ്മമാരൊക്കെ ആണെങ്കിലും ആ കഥാപാത്രം ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ 3 വർഷമായില്ലേ, അപ്പൊ അവർക്ക് ആ ഒരു പാർട്ട് ഓഫ് ഇതായി മാറി. നെഗറ്റീവ് റോൾസ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് നെഗറ്റീവ്. അന്നേരം മൊത്തം നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. ഭയങ്കര യൂട്യൂബിലൊക്കെ ഭയങ്കര കമന്റ്സ്. അത് കഴിയുമ്പോൾ സങ്കടം വരും. പിന്നെ ഞാൻ ഓർത്ത് നെഗറ്റീവ് ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. മോളെ ഇത് റെഡി ആയല്ലോ, എടുത്തോളൂ. അടുത്തത് ബൺ ടോസ്റ്റ് ചെയ്യാനായിട്ടുള്ള തവ എടുത്ത് വെക്കാം. ഇത് യൂട്ടൻസിലിന്റെ ആണ്. യൂട്ടൻസിൽ കുക്കിംഗ് ഈസി പീസി. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓയിൽ അല്ല, നമ്മൾ മിൽമാഖി ആട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ മിൽമാഖിയിലാകുമ്പോഴത്തേക്ക് നല്ല ഒരു ഫ്ലേവർ വരുമല്ലോ. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ബർഗർ ബൺസ് എടുത്ത് വെക്കാം. അതിനകത്തോട്ട് നമുക്ക് ലെറ്റസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൽ കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലത്തെ ബണ്ണിലേക്ക് കുറച്ച് ബർഗർ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനും ചീസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന്റെ മുകളിലോട്ട് ചീസ് ഇഷ്ടമല്ലേ? ഞാൻ ചീസ് ഫാനാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ടൊമാറ്റോ, കുക്കുംബർ, 2 ഹാലപ്പിനോസ്, പിന്നെ കുറച്ച് ഓണിയൻ റിങ്ങും. യെസ്, അങ്ങനെ നമ്മുടെ ബർഗർ റെഡിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഫ്ലാഗല്ലേ വെക്കാറ്, പ്രാവശ്യം നമുക്ക് ഒലിവ്സ് വെക്കാം. വിത്ത് സൈഡ് ഓഫ് മസാല ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇത്തിരിയുടെ ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ. ശിവാനി ചേച്ചിയുടെ സ്പെഷ്യൽ ഫ്രൈസിന് ഡിപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി സോസും തരാം. ഫേവറേറ്റ് ആണ്. കഴിച്ചു നോക്കി. കുട്ടി മാത്രമല്ല അമ്മയും കഴിക്കണം കേട്ടോ. എങ്ങനെയുണ്ട് ഫോട്ടോഗ്രാഫർ? നല്ലതാ. ആണോ? ഓക്കെ, ബർഗർ കഴിച്ചില്ലല്ലോ, ഫ്രൈസ് മാത്രമല്ലേ കഴിച്ചുള്ളൂ. ഓ എനിക്ക് വയ്യ. എങ്ങനെയുണ്ട്? കഴിച്ചു കഴിഞ്ഞിട്ട് അതെ വില ഇരുത്തുകയാണ് ഓരോ ഫ്ലേവറും. എല്ലാവരും ടേസ്റ്റ് നോക്കിയാ പറയുന്നത്. അതെ. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? നല്ലതായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മോൻ പറഞ്ഞേ, മോൻ എന്താ ഫീൽ ചെയ്തേ? നല്ലതാ. ഞാൻ ബർഗറിനൊപ്പം ഒരു ഡ്രിങ്ക് കൂടെ തരട്ടെ? ഓക്കെ.
അയാളെത്ര ഗ്ലാസ്. ഓക്കെ, ഹാപ്പി? അപ്പൊ ഫുഡ് മാത്രമല്ല കേട്ടോ, ഇവിടെ വന്ന് പോകുന്ന എല്ലാവർക്കും കൈ നിറയെ സമ്മാനോട് കൊടുത്തിട്ടേ നമ്മൾ രണ്ടാളും വിടത്തുള്ളൂ. സന്തോഷാവും അല്ലേ? അപ്പൊ നമുക്ക് പോവാം. Come on. ധനജിക്കുട്ടാ, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? കുറച്ചുകൂടെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഏത് ഫുഡാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അച്ഛമ്മയുടെ ആണോ ചേച്ചിയുടെ ആണോ? അച്ഛനുണ്ട്. എന്തോ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും എന്റെ ഫുഡാണ് ബെറ്റർ എന്ന് പറയും. അങ്ങനെ ഞാൻ ഉണ്ടാക്കി തരും. ഓക്കെ? ടോട്ടലി നമ്മുടെ ഷോയില് വന്നിട്ട് എന്ത് തോന്നുന്നു? ഭയങ്കര ലൈവ്ലി ആണ്. പിന്നെ എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരുപാട് സന്തോഷം അല്ലേ ഇവിടെ വന്നതിലൊക്കെ, നിങ്ങളെ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. നമ്മൾ കേട്ടിട്ടുള്ള അറിവല്ലേ ഉള്ളൂ, നേരിട്ട് കണ്ടു അല്ലേ? അതെ അതെ. ഞാനും ചേച്ചിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് കാണുന്നത്. ഇനി ഉണ്ടാവട്ടെ അല്ലേ? അതെ, ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യു ലൈക്ക് ഗിഫ്റ്റ്സ്? യെസ്. കൊടുത്താലെന്നാ? പിന്നെ അല്ല പിന്നെ. എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡർ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡർ പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ് മാജിക്കൽ ടേസ്റ്റ് നന്നായിട്ട് കല്ലിലരച്ച അതേ സ്വാദോടുകൂടി. യൂട്ടൻസിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, യൂട്ടൻസിലിന്റെ ഒരു തവയാണ് തരുന്നത്. താങ്ക് യു. യൂട്ടൻസിൽ കുക്കിംഗ് ഇനി ഈസി പീസി. വിവി കായം നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, മണവും ഗുണവും രുചിയുമുള്ള ശരിയായ കായം ബി കായം. എലമെന്റ്സ് ഫെയർ ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ, കൃഷിക്കാരിൽ നിന്നും കസ്റ്റമേഴ്സിലേക്കുള്ള ഓർഗാനിക് പ്രൊഡക്ട്സ്, എലമെന്റ് ഫെയർ ഓർഗാനിക് പ്രൊഡക്ട്സ്. PR കേക്കിന്റെ വ്യത്യസ്തമായ രുചികളോട് കൂടിയ അറേബ്യൻ ഡിലൈറ്റ് ആൻഡ് വൈറ്റ് പ്ലം കേക്സ്. വെൺമണി നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, കലർപ്പില്ലാത്ത ഭക്ഷണം ഇനി രുചിയോടെ ആസ്വദിക്കും. വെൺമണി, വീട്ടമ്മമാരുടെ കൺമണി. ബ്രേക്ക്ഫാസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് കറി പൗഡേഴ്സ്. ട്ടോ, എന്തായാലും ശരിക്കും വി ആർ റിയലി ഹാപ്പി ടു ഹാവ് യു ഹിയർ. ഒരുപാട് അടിച്ചു പൊളിച്ചു, നല്ലൊരു ടൈം ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കും. ധനുവിന്റെ ഫസ്റ്റ് ഒരു ക്യാമറ ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് ഒരു ഷോ. ഹാപ്പി ആയിരുന്നോ? എല്ലാം ഇഷ്ടപ്പെട്ടോ? വീടും അച്ഛമ്മ എന്നെയും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി വരുമോ? കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മുടെ എപ്പിസോഡ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ദിസ് ഇസ് മീ ശിവാനി മേനോൻ ആൻഡ് അംബിക മോഹൻ സൈനിങ് ഓഫ് ഫ്രം എക്സോ ആന്റിബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൺ സ്റ്റോറീസ് co-powered by ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡർ പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ് മാജിക്കൽ ടേസ്റ്റ്, മിൽമ, കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ, ഇലക്ട്രോണിക്സ് പാർട്ട്ണർ പിറ്റാപ്പിള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. ഒരു ബൈ പറയാം. ബൈ ബൈ.